നമസ്കാരമുണ്ട്. ഞാനും സൺലേട്ടനും ഷാഫി സന്തോഷ് ഞങ്ങളിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴേ ഒരു JCB ആണ് മേടിച്ചാലോ എന്ന് ആലോചിച്ചു. സൺലേട്ടാ, അപ്പൊ ഇനി ഫീൽഡ് മാറ്റാനുള്ള ചെറിയൊരു കളിയിലാണ് അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം നമ്മള് സെറ്റ് ആക്കി കൊടുക്കണ്ടേ? അറിഞ്ഞു പിടിച്ചു നോക്കുമ്പോ ഒരു സ്ഥലത്തൊരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞു. കേട്ടതും ആള് പോയി വണ്ടി ആൾട്ട് ചെയ്തു, ഇന്നോടത്തിട്ട് പോന്നു. ഒരു സംഭവം ഉണ്ട്, ആരാ എടുക്കാൻ പോണെന്നുള്ളത് രസാ. അവിടെ ചെന്നാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത് വഴി അങ്ങനെ ട്രിപ്പില് നിങ്ങളെ നമ്മുടെ ആലത്തൂര് ഈ സ്ഥലം പേര് ഏതാ? കാവശ്ശേരി എത്തി. ഞങ്ങള് കാവശ്ശേരി ചോറുണ്ടു. ഞങ്ങളാ മറ്റേ നമ്മളെ വാണികുളത്ത് എത്തിയിട്ടേ നല്ലൊരു ഊണായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കാണിക്കണം വിചാരിച്ചു, പിന്നെ വേണ്ട വിചാരിച്ചു. ആ സമയത്ത് വിശപ്പും കാര്യങ്ങളും ഞങ്ങൾ ഫുഡടിച്ചു. വെടിക്കെട്ടിന്റെ കേന്ദ്രത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു വെടിമരുന്നിന്റെ പരിപാടി തന്നെ നടത്താൻ പോവാണെന്ന്. അപ്പൊ പോയോട്ടെ, കളിയുണ്ട്. ബാക്കിലിരിക്കുന്ന സാധനത്തിനെ ഒന്ന് നോക്കിക്കോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇതാ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം കൊണ്ട് ഓടി നമ്മുടെ ആലത്തൂർ ഭാഗത്തെത്തി. ഞാനും ആശാനും കൂടിയിട്ട് സംഭവം നമ്മളിങ്ങനെ തെരഞ്ഞു പിടിച്ച് വന്ന ആളനെ അന്വേഷിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ റോഡ് ഇങ്ങനെ കരച്ചു പിടിച്ച് വന്നു. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച സാധനമാണ് ഈ നിൽക്കണത്. എൻക്വയറി ചെയ്ത് വിളിച്ചിട്ടുള്ള സാധനം. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങിയോട്ടെ. ഞാനിങ്ങോട്ട് ഇറങ്ങി. ആശാന് വണ്ടിയാണ് കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം. നല്ലപോലെ നോക്കാം സംഭവം. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വണ്ടീനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ അനിയൻ ചെക്കനായിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചെക്കപ്പ് ചെയ്യട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. സംഭവം സത്യം പറയാൻ വെച്ചാലേ JCBനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. അതിനാണ് നമ്മുടെ അനിയൻ ചെക്കനെ കൊടുക്കുന്നത്. അമിതാലത്ത് പുറത്തു വന്നിട്ട് നല്ലൊരുന്നൊന്ന് നോക്കണ്ട കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഞങ്ങളേ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, സംസാരിക്കട്ടെ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. മൂപ്പര് നാലോർ നിറന്ന് നോക്കണ്ട കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ മറ്റേ വണ്ടിയുടെ ഫീൽഡല്ല, കാരണം ഇത് വലിയ പിടുത്തല്ല. ടൂറിസ്റ്റ് വണ്ടിയെ കുറിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ പുക്കിൾ വരെ ഞങ്ങൾ തുറന്നു നോക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴേ പക്കയാണ്. എല്ലാ കച്ചവടം നടത്തിയിട്ടുണ്ട് അല്ലേ നമ്മള്? JCB കച്ചവടം ആദ്യമായിട്ടല്ലേ JCB കച്ചവടം ഞാൻ വരുന്നത്. അപ്പോൾ അതാ നിൽക്കണം നമ്മളെ ചെക്കൻ മേടിക്കാൻ പോണതേ നമ്മുടെ അനിയൻ സന്തോഷം കേട്ടോ. അതിൻ്റെ ഇടപാടുകൾ ഇവിടെ നടക്കണു. തീരുമാനമായില്ലേ? തീരുമാനാക്കി എടുത്തൂലേ? എടുത്ത് നമുക്ക് അവന്റെ ചങ്കിന് ആവശ്യപ്പെട്ട സാധനല്ലേ, മുതൽ കിട്ടിയില്ലേ? മുതൽ വിചാരിച്ച ഒരു സാധനം കിട്ടി. ഹാപ്പി അല്ലടാ? ഹാപ്പി. അങ്ങനെ ഇതിൻ്റെ ഒരു കൊട്ട ഉണ്ട്. ആ ഒരു കൊട്ട കണ്ട് എടുക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആളതിനോട് കൊണ്ടുപോവാണ്. അങ്ങനെ നമ്മൾ ഈ വണ്ടി കൊണ്ട് വാങ്ങിച്ചിട്ടാ. സന്തോഷിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു JCB മേടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ സന്തോഷമുള്ള JCB എടുത്തു. ആലത്തൂരിൽ നിന്ന് അതിൻ്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞു. സൺലൈറ്റിനും സന്തോഷവും വണ്ടിയിൽ പോയി. ഇപ്പൊ ഞാനും ഷാഫിയും കൂടിയിട്ട് ഇനി ഞങ്ങൾ വണ്ടി ഇന്നോവേറ്റ് പിന്നാലെ പോരട്ടെ. അപ്പോൾ നമ്മൾ ഓട്ടോമിക്കാറ്റിന്റെ വിശേഷം ഇതാണ്. കൂട്ടത്തിലുള്ള ഒരുത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ നാലാളും കൂടിയിട്ട് ഓടി നടന്ന് സെറ്റാക്കി കൊടുത്തു. വണ്ടി ഇപ്പൊ നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഓട്ടോമിക്കാറ്റിന്റെ മറ്റൊരു വിശേഷം കാണാൻ വരെ ബൈ.